നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 9ാം ഡിവിഷൻ MK രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 9ാം ഡിവിഷൻ MK രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പ്രവൃത്തി നിർവഹിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം കൊച്ചി നഗരസഭ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഈ അന്തരീക്ഷം തന്നെ വളരെ പ്രധാനമാണ്. രാഘവമക്കിന്റെ പേരുള്ള ഒരു ലൈബ്രറിയാണ്. അങ്ങനെയാണ്, ശരിയാണ് അബീബുള്ള പറഞ്ഞത്. ഞാൻ തന്നെയാണ് അദ്ദേഹത്തിനോട് പറയുന്നത്. അദ്ദേഹത്തിന് ആകെ ഈ ലൈബ്രറി മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് അദ്ദേഹത്തിനോട് പറയുന്നത്, നമുക്ക് ഈ ലൈബ്രറി കെട്ടിടത്തിന് എന്തെങ്കിലും ചെയ്യണം. എനിക്കൂടെ ഈ കൗൺസിൽ കാലത്ത് ഒരു ഹോൾ ഉദ്ഘാടനം ചെയ്തു അല്ലേ? ഹോൾ ഉദ്ഘാടനം ചെയ്ത്, വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത്, അതൊക്കെ ക്യാപ്റ്റൻ പറഞ്ഞില്ല, ഒന്നുമില്ലെന്നാ പറഞ്ഞത്. പക്ഷേ ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇനി വേറെ ഒന്നും കൂടെ ചെയ്യാനില്ല. അത്രമാത്രം പ്രവർത്തനങ്ങൾ ഈ ഒറ്റ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, കൊച്ചിയിലെ ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു ലൈബ്രറി നമുക്ക് ഇവിടെ തുടങ്ങാം. കോർപ്പറേഷന്റെ ലൈബ്രറി ഒരു ഡിജിറ്റൽ ലൈബ്രറി ആക്കാം. അങ്ങനെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. ഈ പദ്ധതിയുടെ കോൺട്രാക്ടർ ആരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, വളരെ പെട്ടെന്ന് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തീർത്ത് അതിന്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങൾ ചെയ്താൽ. M. ഹബീബുള്ള അധ്യക്ഷനായി. KJ മാക്സി MLA, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, ഷീബാലാൽ, PM ഇസ്മുദ്ദീൻ, ക്യാപ്റ്റൻ മോഹൻദാസ്, നസീർ എന്നിവർ സന്നിധരായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫണ്ടുകൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ ഡിവിഷനുകൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് നടക്കാൻ വേണം. നഗരസഭയുടെ കാലാവധി ഏതാണ്ട് ഡിസംബറോടെ അവസാനിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നമുക്കൊക്കെ ഏറെ സന്തോഷം തന്ന ഒരു സംഭവം ഇന്നലെ ഉണ്ടായത് അല്ലേ? എല്ലാവർക്കും അറിയാൽ, നഗരസഭയുടെ ഒരു പുതിയ ആസ്ഥാന മന്ദിരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വന്ന് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. അത് ഏറ്റവും ഗംഭീരമായിരുന്നു. ഗംഭീരമായിരുന്നു പറഞ്ഞാൽ അത് ഞാൻ കമ്പനി കയറി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നിയമസഭാ മന്ദിരം പോലെയാണ് കൗൺസിൽ ഹാള്. അത്ര ഗംഭീരമാണത്. വളരുന്ന കാലഘട്ടത്തിൽ എല്ലാ ആധുനിക സഹകരണവും കൂടിയുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറിയാക്കി മാറ്റുന്നതിൻ്റെയും ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെയും നിർമ്മാണോദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാധ്യനായ നമ്മുടെ പ്രിയങ്കരനായ മേയറാണ്. മേയറിൻ്റെ ഒരു ആശയം, നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്നൊരു ആശയം മേയർ തന്നെയാണ് നമ്മളോട് തുറന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകുകയും ചെയ്തത്. 2024-25 വർഷത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ലൈബ്രറി ഇതുപോലെ ഒരു ആധുനിക ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറിയാക്കി മാറ്റും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.